ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, 2 ദിവസം മുന്നേ എനിക്കുണ്ടായ ഒരു വലിയൊരു ദൈവാനുഭവത്തെക്കുറിച്ച് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസം മുൻപ് എൻ്റെ ഹസ്ബൻഡിൻ്റെ കടയുടെ ഫ്രണ്ടിൽ ഒരു ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടായി. ഒരു ചേട്ടനെ വണ്ടി ഓടിച്ചിരുന്നത്. ആ ചേട്ടന് കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ വൈഫ് നമ്മൾ ടാർട്ട റോഡിലേക്ക് തെറിച്ച് വീണ് ആ ഒരു ആഘാതത്തിൽ തല കൊണ്ട് അടിക്കുകയും നല്ല രീതിയിൽ തലയ്ക്ക് പരിക്ക് പറ്റുകയും ചെയ്തത് പ്രകാരം ആ ചേച്ചീനെ തൊടുപുഴ സെൻറ്റ് മേരീസ് ഹോസ്പിറ്റലിലേക്ക് മാറ്റമുണ്ടായി. അപ്പോൾ ആ ചേച്ചി വെൻറ്റിലേറ്ററിൽ കഴിയാണ്. കുറച്ച് സീരിയസ് ആണ്. യാതൊരു റെസ്പോൺസോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ആ ചേച്ചീനെ വെൻറ്റിലേറ്ററിൽ ആക്കിയിരിക്കുകയാണ്. ചേച്ചിക്ക് ഭയങ്കര സീരിയസ് ആണെന്ന് പറഞ്ഞു. അന്ന് രാത്രി എൻ്റെ പ്രിയപ്പെട്ടവരെ, ഏകദേശം ഞാനിങ്ങനെ ഒരു 11:30-12 മണി ആ സമയത്ത് നല്ല ഉറക്കമാണ്. പെട്ടെന്ന് ഞാനിങ്ങനെ ഒരു അനുഭവം പെട്ടെന്നുണ്ടായതുപോലെ എഴുന്നേൽക്കുകയാണ്. ആ സമയത്ത് എൻ്റെ മനസ്സിങ്ങനെ പറയുകയാണ്, പ്രാർത്ഥിക്കുക എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്കിങ്ങനെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ കണ്ടിന്യൂസ് അങ്ങനെ ഞാനിങ്ങനെ രാത്രി എണീറ്റ് പ്രാർത്ഥിച്ച് എനിക്ക് പരിചയമില്ല. അങ്ങനെ ഒരു അനുഭവം എനിക്ക് ദൈവം തന്നിട്ടില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനൊരു അനുഭവം ഉണ്ടാവുകയാണ്. പ്രാർത്ഥിക്കാനായിട്ട് എൻ്റെ മനസ്സെന്നോട് പറയുന്നു. ആരുടെയോ ശബ്ദം ഞാനിങ്ങനെ കേൾക്കുന്നുണ്ട്. ഒന്നും നോക്കിയില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി ചേച്ചിയുടെ ആ ചേച്ചിയുടെ മുഖം എൻ്റെ മനസ്സിലേക്ക് വരിക. എനിക്ക് ചേച്ചിനായിട്ട് യാതൊരു പരിചയമില്ല. അപ്പോൾ ഈ ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്ന് എനിക്ക് വേണ്ടി മാത്രമായിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് ഒരു പേഴ്സണലായിട്ടൊരു മുറിയുണ്ട്. അപ്പോൾ അവിടെയാണ് ഞാൻ പരിശുദ്ധ അമ്മേനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ വേഗം തന്നെ അമ്മയുടെ അടുത്തേക്ക് ഓടിയിട്ട് അവിടെ ചെന്ന് തിരികെ എത്തിച്ച സമയത്ത് ഞാൻ ഇവിടെ ആയിരിക്കുമ്പോൾ തന്നെ, ഞാൻ ബെഡിലായിരിക്കുമ്പോൾ തന്നെ എൻ്റെ ഹൃദയം എൻ്റെ മനസ്സിനോട് പറഞ്ഞിരുന്നു, രക്തകണ്ണീരിൻ്റെ ജപമാല ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് ചൊല്ലണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ഒരു 50 ജപമാല ആ ചേച്ചിക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ്. അപ്പോൾ ആ ചേച്ചിയുടെ ജീവനൊരാപത്തും കൂടാതെ കാത്തു പരിപാലിക്കാൻ വേണ്ടി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഹിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ മുട്ടുമേ നിന്നും ഇരുന്നുമൊക്കെ ഞാൻ ജപമാല ചൊല്ലാനായിട്ട് തുടങ്ങി. ഏകദേശം വെളുപ്പിന് ഒരു 12 മണി ആ ഒരു ടൈമിൽ തുടങ്ങിയിട്ട് വെളുപ്പിന് ഒരു 4 മണി വരെ ആ പ്രാർത്ഥന നീണ്ടുപോയി എന്നുള്ളതാണ്. ഞാനിങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ചൊല്ലി ഞാനിങ്ങനെ ഒരു ബുക്കും പേനയും എടുത്തിട്ടുണ്ട്. ഞാനിങ്ങനെ 1, 2 എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ മറന്നു പോകും. അപ്പം ചൊല്ലിക്കൊണ്ടേയിരിക്കുകയാണ്. പെട്ടെന്ന് അല്പസമയം കഴിഞ്ഞ് ഞാനിങ്ങനെ അറിയാതെ മയങ്ങിപ്പോയി. നേരം വെളുത്ത് എൻ്റെ ഹസ്ബൻഡ് എന്നെ വിളിക്കുകയാണ്. എൻ്റെ ഹസ്ബൻഡ് വിളിച്ചിട്ട് പറഞ്ഞു, വെൻറ്റിലേറ്ററിൽ കിടന്ന ചേച്ചി ICUയിലേക്ക് മാറ്റാമെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ എനിക്ക്